ഒരു വോട്ടർ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് ഒരാൾക്ക് മാത്രമേ വോട്ട് ചേർക്കാനാകൂ എന്നാണല്ലോ നമ്മളെല്ലാം കരുതിയിട്ടുള്ളത്. എന്നാൽ 5ഉം 6ഉം വോട്ടർമാർ ഒരു വോട്ടർ ഐ ഡി ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ കയറി പറ്റിയ വോട്ടേഴ്സ് ലിസ്റ്റാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ വോട്ടർ പട്ടിക പരിശോധനയിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയത്. മീഡിയ 1 ഇൻവെസ്റ്റിഗേഷൻ. കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപകമായ പരാതിയുണ്ടെന്ന് മുസ്ലിം ലീഗ് ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതിയായി പറഞ്ഞത് ഒരു വോട്ടർ ഐ ഡിയിൽ തന്നെ നിരവധി വോട്ടർമാരുണ്ടെന്നാണ്. അത് അങ്ങനെയുണ്ടോ നമ്മൾ പരിശോധിക്കുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടേഴ്സ് ഐ ഡി അത് സംബന്ധിച്ചുള്ള വോട്ടേഴ്സ് സെർച്ചിൽ തന്നെ സൈറ്റിൽ തന്നെ വോട്ടർമാരെ സെർച്ച് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അതിൽ നമ്മൾ വോട്ടേഴ്സ് ഐ ഡി അടിച്ചു കൊടുക്കുകയാണ്. JTL 1601111 എന്നാണ് നമ്പർ. ആ നമ്പർ നമ്മൾ അടിച്ചപ്പോൾ നമുക്ക് കിട്ടുന്നത് ആ വോട്ടേഴ്സ് ഐ ഡിയിൽ തന്നെ 6 വോട്ടർമാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആളുടെ പേര് സോമൻ എന്നാണ്. പിന്നെ രാഗിണി, ശ്രദ്ധ, ധന്യ, മനോജ് CP, ആകാശ് CP തുടങ്ങി ഒരേ വോട്ടർ ഐ ഡിയിൽ തന്നെ 6 പേരുടെ പേര് കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൽ ആരാണ് പേര് എന്ന് നമ്മൾ അറിയണമെങ്കിൽ ശരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അതായത് നിയമസഭാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കണം. അതിന് നമുക്ക് വോട്ടർമാരുടെ പേര് പരിശോധിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ആപ്പുണ്ട്. വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. അതിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേതാണ് ആ സൈറ്റ് അല്ലെങ്കിൽ ആ ആപ്പ്. അതിൽ നമ്മളിതുപോലെ എപ്പിക് നമ്പർ, ഈ വോട്ടേഴ്സ് ഐ ഡി നമ്പർ കൊടുത്താൽ അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. JTL 1601111. അതിലടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സോമൻ എന്ന് പറയുന്ന ഒരാളുടേതാണ് ഈ ഐ ഡി നമ്പർ. അതായത് ശരിക്കും ഈ വോട്ടേഴ്സ് ഐ ഡി എന്ന് പറയുന്നത് സോമൻ എന്നൊരാളുടെയാണ്. അദ്ദേഹം എലത്തൂരുകാരനാണ്. കോഴിക്കോട് കോർപ്പറേഷൻ തന്നെയാണ്, എലത്തൂരാണ്. അതേസമയം ഇവിടെ സോമൻ എന്നുള്ള പേരുണ്ട്. അതുകൂടാതെ വേറെ 5 പേരുകൾ കൂടിയുണ്ട്. മറ്റൊരു നമ്പർ കൂടി നമുക്ക് പരിശോധിക്കാം. അത് JTL 1606771 എന്ന നമ്പറാണ്. അത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതിലും സമാനമായ രീതിയിൽ 6 വോട്ടർമാരെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് സുശീലയാണ്, മറ്റൊന്ന് വിശാലാക്ഷി, തുഷാര, റജീഹ്, സുധീഷ്, സംഗീത, രജീഷ് തുടങ്ങിയ 6 പേരുകൾ. അയാളുടെ ശരിക്കുമുള്ള ആരുടേതാണ് ഈ വോട്ടേഴ്സ് ഐ ഡി എന്ന് അറിയാൻ വേണ്ടി നമ്മൾ വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന സൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യും. ഈ എപ്പിക് നമ്പർ ഇതേ നമ്പർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് ചെയ്യും. JTL 1606771. കേട്ടത് സുശീല എന്ന് പറഞ്ഞ ആൾ. നമ്മൾ ഇതിൽ കാണുന്ന ആദ്യത്തെ പേരുകാരി സുശീലയുടെ ആണെന്ന് മനസ്സിലാവുന്ന എലത്തൂരുള്ള ആളെയാണ്. ഒരേ ഐ ഡി കാർഡ് ഉപയോഗിച്ചുകൊണ്ട്, അതേ ഐ ഡി കാർഡ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിരവധി ആൾക്കാർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവർ ശരിയായ വോട്ടർമാരാണോ അതോ തെറ്റായ വോട്ടർമാരാണോ, ഇവർ ഐ ഡി കാർഡ് മാറിയതാണോ എന്നതൊക്കെ പരിശോധിച്ച് കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള നിരവധി പരാതികളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിൽ വോട്ടർമാരുടെ ഐ ഡി വ്യാപകമായി തന്നെ ദുരുപയോഗം ചെയ്യുന്ന സംശയം ഉൾപ്പെടെ ഉയരുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ജയ്സൽ ബാവുപിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്. വിവരങ്ങൾ നൽകാനായി കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം തന്നെ ചേരുകയാണ്. അസ്ലം, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിലാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ക്രമക്കേടുകൾ ഉണ്ടായിട്ടുള്ളത്. അതിനെ ഒരു പിഴവായി, പറ്റിപ്പോയൊരു പിഴവായി കാണണോ അതോ അതൊരു ക്രമക്കേട്, അത് കരുതിക്കൂട്ടിയുള്ള ഒരു ക്രമക്കേടായി തന്നെ ഇതിനെ കാണണോ? ഇത് രണ്ടിൽ ഏതാണെന്ന് അറിയണമെങ്കിൽ ശരിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടി വരും. നേരത്തെ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള വോട്ടർ പട്ടികയിൽ നിരവധി ക്രമക്കേടുകൾ ഉണ്ടെന്ന് ആരോപണമൊക്കെ ഉന്നയിച്ച് വാർത്താ സമ്മേളനമൊക്കെ നടത്തിയിരുന്നു. നമ്മളത് കൃത്യമായി തന്നെ നേരിട്ട് തന്നെ പരിശോധിക്കാൻ ശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വോട്ടർ ഐ ഡിയിൽ തന്നെ നിരവധി വോട്ടർമാരുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നിയമസഭയും പാർലമെൻറ്റും ചീഫ് ഇലക്ടർ ഓഫീസർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള കേരളത്തിലെ ചീഫ് ഇലക്ടർ ഓഫീസറിൻ്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. ഈ വോട്ടേഴ്സ് ഐ ഡി എന്ന് പറയുന്നത് നേരത്തെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ഓരോ വോട്ടേഴ്സ് ഐ ഡി ഉണ്ടാവും, അതിന് ഒരു വോട്ടർ ഐ ഡി ഉണ്ടാവും. നേരത്തെ ഐ ഡി എന്ന് പറയുന്നത് KL സീരീസ് മാറി പുതിയ സീരീസിലേക്ക് വന്നത്. എന്നാൽ പോലും നമ്മൾ അടിച്ചാൽ നമ്മുടെ പേര് മാത്രമേ അല്ലെങ്കിൽ നമ്മുടെ ഐ ഡി കാർഡ് മാത്രമേ ലഭ്യമാവുകയുള്ളൂ.
അതേസമയം ഇത് രണ്ടും തമ്മിൽ ശരിക്കും ബന്ധമില്ല. അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ സിസ്റ്റം അതും തമ്മിൽ ഒരു സോഫ്റ്റ്വെയർ തരത്തിൽ തന്നെ ബന്ധിപ്പിക്കാത്തതുകൊണ്ട് തന്നെ ഒരു വോട്ടേഴ്സ് ഐ ഡിയിൽ തന്നെ നിരവധി ആൾക്കാരെ ചേർക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 1, 5, 6 മാത്രമല്ല 4, 3, 2 രണ്ട് വോട്ടേഴ്സ് ഒരു ഐ ഡി തന്നെ രണ്ടുമുള്ള 100 കണക്കിന് 599ഓളം കോഴിക്കോട് കോർപ്പറേഷൻ തന്നെയുണ്ട്. കോഴിക്കോട് ഉടനീളം നോക്കിയാൽ അതിൽ കൂടുതലുണ്ടാവും. മറ്റ് നഗരങ്ങളിൽ അല്ലെങ്കിൽ പ്രധാനമായും നഗരങ്ങളാണ് ഈ കൂടുതൽ വ്യാപകമായ വോട്ട് ചേർക്കലൊക്കെ നടക്കുന്നത്. കാരണം ഗ്രാമങ്ങളിലൊക്കെ ഒരു പക്ഷേ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ പരസ്പരം അറിയുന്നത് കൊണ്ട് തന്നെ താഴെത്തട്ടിൽ വലിയ തോതിലുള്ള ക്രമക്കേടിന് സാധ്യത കുറവാണ്. അതേസമയം നഗരങ്ങൾ കേന്ദ്രീകരിച്ച് കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് വ്യാപകമായ രീതിയിൽ ഇത്തരത്തിൽ വ്യാജമായി തന്നെ വോട്ടുകൾ ചേർത്തതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലൊരു വിശദമായ പരിശോധന ഒരുപക്ഷെ സോഫ്റ്റ്വെയറിലൂടെ തന്നെ നടത്താൻ കഴിയണം. ഒരു ഐ ഡി അടിക്കുമ്പോൾ, ഒരു വോട്ടേഴ്സ് ഐ ഡി എൻട്രി ചെയ്യുമ്പോൾ അയാൾക്ക് മാത്രമേ വോട്ട് ചേർക്കാൻ കഴിയാൻ പാടുള്ളൂ എന്ന രീതിയിലേക്ക് ഒരു ക്രമീകരണം വരുത്തിയാൽ പോലും ശരിക്കും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള വോട്ടർ പട്ടികയുടെ പിഴവുകളൊക്കെ ചൂണ്ടിക്കാണിക്കാനുള്ള അല്ലെങ്കിൽ അഡീഷനൊക്കെ നടത്താനുള്ള തീയതി ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അവസാന വോട്ടർ പട്ടികയാണ് വരാനുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ ഈ കാര്യത്തിൽ ഇനി പരാതികൾ ഡയറക്റ്റ് ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓൺലൈൻ സംവിധാനം വഴി അറിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ പലരും കോടതിയെ സമീപിക്കാൻ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ഇത്തരത്തിൽ നിരവധി വോട്ടർമാർ ഒരു ഐ ഡി തന്നെ ഉള്ളതനുസരിച്ചുള്ള നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചുകൊണ്ട് മാത്രമേ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. അത് പൊതുവേ ഒരു ജനാധിപത്യപരമായ ആവശ്യം തന്നെയാണ്. കാരണം വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭരണത്തിൽ ആര് വരണമെന്ന് തീരുമാനിക്കുന്നത്. ജനങ്ങളുടെ അഭിപ്രായമാണ്. അത് സുതാര്യമായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കേന്ദ്ര തലത്തിൽ തന്നെ, ദേശീയ തലത്തിൽ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്ന അട്ടിമറി സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുമ്പോൾ, അതിൽ വലിയ തോതിലുള്ള വിവരങ്ങൾ വരുമ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിലും ക്രമക്കേടുണ്ടെന്ന ആരോപണം സ്വാഭാവികമായിട്ടും ഗൗരവമുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ശുദ്ധീകരിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടക്കേണ്ടതുണ്ട്. പാർട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ പാർട്ടികളും വോട്ട് ചേർത്തെന്നുള്ള ആരോപണങ്ങൾക്ക് നിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്തമുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ ലിസ്റ്റ് എന്ന് പറയുന്നത് അത് സുതാര്യമായിരിക്കണം. ഒരു വോട്ടർക്ക് ഒരു വോട്ട് മാത്രമേ പാടുള്ളൂ. അതിനനുസരിച്ചുള്ളൊരു ക്രമീകരണം വരുത്തുവാൻ അത് ഉറപ്പുവരുത്താനുള്ളൊരു ബാധ്യത കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ആ ഒരു നടപടിയിലേക്ക് പോകട്ടെ എന്ന് മാത്രമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പറയുന്നത്. എന്തായാലും ഇത് ഒരു കേസുമാണ്, നമ്മൾ 2 കേസുമാണ് പരിശോധിച്ച് നോക്കിയെങ്കിൽ നിരവധി നമ്പേഴ്സ് നമ്മൾ നോക്കുമ്പോഴൊക്കെ തന്നെ സമാനമായ രീതിയിലുണ്ട്. എന്തായാലും കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രം 1000-ലധികം വോട്ടർമാർ ഇത്തരത്തിൽ ഒരു വോട്ടർ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ചുരുക്കി തന്നെ പറയാൻ കഴിയും. എന്തായാലും സമാനമായ രീതിയിലുള്ള ക്രമക്കേടുകളുണ്ട്. കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം ഇന്നലെ തന്നെ വന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഒരു വീട്ടിൽ 327 വോട്ടർമാർ വരെയുള്ള വീടുകളുണ്ടെന്നാണ്. എന്തായാലും അത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പിന്നെ എന്തായാലും വരും ദിവസങ്ങൾ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാവും. ദിവ്യ. യെസ്, അതാണ് ഗുരുതരമായ ക്രമക്കേടുകൾ, പിഴവുകൾ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി പുറത്തുവന്നിട്ടുള്ള വോട്ടർ പട്ടികയിലുള്ളത്. അത് നേരത്തെ തന്നെ വ്യാപകമായ ക്രമക്കേടുകളുണ്ട് എന്ന പരാതി ഉയർന്നിരുന്നു. ആ രീതിയിലുള്ള നിരവധി പിഴവുകൾ, ക്രമക്കേടുകളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ടുള്ള, എല്ലാ പ്രശ്നവും പരിഹരിച്ചുകൊണ്ടുള്ള ഒരു അന്തിമ വോട്ടർ പട്ടിക തന്നെയാകും ഇനി പുറത്തുവരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.